ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നും നമ്മൾ കേട്ടത്. ട്രെയിനിൽ നിന്നും യാത്രക്കാരൻ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി വിനോദിന്റെ മരണം ഉറ്റവർക്ക് മാത്രമല്ല, സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, ചെറുവേഷങ്ങളിലൂടെ സിനിമകളിലും സാന്നിധ്യം അറിയിച്ച കലാകാരൻ. വിനോദിനെ കുറിച്ച് പലർക്കും പറയാൻ ഒട്ടേറെ കഥകളുണ്ട്. പക്ഷേ ലഹരിക്കടിമയായ ഇതര സംസ്ഥാനക്കാരന്റെ ക്രൂരത ഒരു കുടുംബത്തെയാണ് അനാഥരാക്കിയത്. എറണാകുളം മഞ്ഞുമലിലെ വസതിയിൽ വിനോദിന് അന്ത്യയാത്ര പറയാനെത്തിയവർ ഉള്ളുനീറുന്ന വേദനയോടെയാണ് അവിടെ നിന്നും മടങ്ങിയത്. ഇങ്ങനെയുള്ള കൊലയാളിക്ക് വേണ്ടിയും കേസ് വാദിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും അഭിഭാഷകനെത്തി. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംസ്ഥാനത്ത് നിന്ന് നടക്കുന്ന ആ സംഭവം. അതിദാരുണമാമിതം ഒരു ടി കൊല്ലപ്പെടുന്നു. എറണാകുളം പട്ന എക്സ്പ്രസിലെ S11 കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ ചോദ്യം ചെയ്തതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം. അതിഥി തൊഴിലാളിയായ രജനീകാന്ത് എന്ന ഒഡീഷ സ്വദേശി ടിക്കറ്റ് ഇല്ലാതെ S11 കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയും പിഴയടച്ച് യാത്ര ചെയ്യാനാകൂ എന്ന നിലപാടിൽ ടി വി വിനോദ് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അതേ തുടർന്നുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ടിയെ രജനീകാന്ത് എന്ന ഈ ഒഡീഷക്കാരൻ പുറത്തേക്ക് തള്ളിയിട്ടത്. 10 മിനിറ്റോളം ടി വിനോദ് ട്രെയിനിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നുവെന്ന് പോലീസ് നമ്മോട് പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത ട്രാക്കിലേക്ക് വീഴുകയും അടുത്ത ട്രാക്കിലൂടെ വന്ന ട്രെയിൻ കയറി ഇറങ്ങിയാണ് വിനോദ് മരിക്കുന്നത്. വിനോദിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ, ചിതറിപ്പോയ പല ഭാഗങ്ങളും കണ്ടെടുക്കാൻ തന്നെ പോലീസ് നന്നേ പാടുപെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ ഉണ്ടായത്. ഇതൊക്കെയാണെങ്കിലും വിനോദിന്റെ കുടുംബം ഉൾപ്പെടെ വിനോദിന്റെ സഹോദരി നമുക്ക് മുന്നിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിഥി തൊഴിലാളികളെ ഇങ്ങനെ അഴിച്ചുവിടുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിലേക്ക് മാത്രം ഇത്തരം അപകടങ്ങൾ വരുമ്പോൾ മാത്രം അതിഥി തൊഴിലാളികളുടെ അക്രമവാസനയെ പറ്റിയും ഇവർ അക്രമാസക്തരാകുന്നതിനെ പറ്റിയും നമ്മൾ ചിന്തിച്ചു പോകുന്നത് എന്താണ്? ഇവരെ തടയിടാൻ ഒരു നിയമവും നമ്മോടൊപ്പമില്ലേ? ഒരു സുരക്ഷിതത്വവും നമുക്കില്ലേ എന്ന ചോദ്യമാണ് അവരുന്നയിക്കുന്നത്. വിനോദിന്റെ മരണത്തോടെ ആകെ ആശങ്കയിലായിരിക്കുകയാണ് ആ കുടുംബം. എല്ലാവിധ സഹായങ്ങളും എല്ലാവർക്കും ചെയ്യുന്നതായിരുന്നു എൻ്റെ ആംഗ്ല. എന്നിട്ട് അവൻ്റെ ഈ ഗതി വരുമ്പോൾ ആലോചിച്ച് നോക്കി, നല്ല വണ്ണവും പൊക്കമുള്ള ഒരാള് ഈ ഇവന്മാരുടെ ഈ ക്രൂരതയ്ക്ക് ഇരയായി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഞങ്ങളുടെ കുടുംബത്തിന് ആളില്ലാണ്ടായി. ഇവരെ എല്ലാം ഇവിടെ നടന്ന് പ്രോത്സാഹിപ്പിച്ച് ഇതുപോലുള്ള ഓരോരോ അപകടങ്ങൾ മറ്റുള്ളവർക്കും ഇപ്പൊ നമുക്ക് വന്നപ്പോ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഇതുപോലെയല്ലേ ഓരോ സംഭവങ്ങളും നടക്കുന്നു. വനിതാ സഹപ്രവർത്തകർ പലരും നമ്മളോട് ചോദിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ വനിതാ ടിമാരാണ്, കേരളത്തിന്റെയും RPFന്റെയും പോലീസിന്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടെന്ന് റെയിൽവേ പറയുന്നു. എന്നിട്ട് പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും രക്ഷയ്ക്കെത്താറില്ല. ഇത്തരമൊരു സാഹചര്യത്തെ വിനോദിനെ പോലെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യന് അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ത്രീകളെ പോലെയുള്ള, സാധാരണക്കാരെ പോലെയുള്ള മനുഷ്യർ എങ്ങനെ അതിജീവിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഞങ്ങൾ ലേഡി ടിറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മിക്കവാറും എല്ലാം രാത്രികാല വണ്ടികളിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു മനോധൈര്യം ഇല്ലാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണം. ഇല്ലാണ്ട് ഞങ്ങൾക്ക് വണ്ടിക്കകത്ത് പോകാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾക്ക് പേടിയാണ്. രാത്രികാല വണ്ടികൾ മിക്കവാറും എല്ലാം നൈറ്റ് ഡ്യൂട്ടി ട്രെയിൻസാണ് ഞങ്ങൾക്ക് വരുന്നത്. ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പറ്റും? ജോലിയോടൊപ്പം പാഷനായി ഉള്ള സിനിമയും കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊക്കെ വിനോദിനെ അടയാളപ്പെടുത്തുന്നത് ഒരുപാട് തരത്തിലാണ്. ഏതായാലും ഒരു അതിഥി തൊഴിലാളിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ ആ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. വിനോദിന്റെ സംസ്കാര ചടങ്ങുകൾ മഞ്ഞുമലിലെ വീട്ടിൽ നടന്നു. ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.